ഹേയ്, ഇറ്റ്സ് മീ ഉസ്ന. എന്തൊക്കെയുണ്ട്? വെക്കേഷനൊക്കെ അല്ലേ? വെറുതെ ഫോണിൽ ചിലവഴിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ആർട്ടോ പുതിയ പരിപാടികളോ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സെൻഡാങ്കിൾ ആർട്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ബോർഡർ വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോർഡർ വരയ്ക്കായിരിക്കും നല്ലത്. നമ്മളുടെ ഈ ചാനലിൽ കുറേയൊന്നും സെൻഡാങ്കിൾ ആർട്ട് ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ആദ്യം കാണുന്ന തുടക്കക്കാർക്ക് തന്നെ എൻ്റെ കൂടെ, ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ ചാനലിൻ്റെ കൂടെ വളരാം. സെൻഡാങ്കിൾ ആർട്ടുമായിട്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ സെൻഡാങ്കിൾ ആർട്ടിൻ്റെ ബാലപാഠങ്ങൾ ഒരു 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിക്കും ഇത് മെൻ്റൽ റിഫ്രഷനാണെന്നൊക്കെ പറയാം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ മെൻ്റൽ പ്രഷറാണ് നൽകുന്നതെന്നൊക്കെ ചില ആർട്ടുകളൊക്കെ നമുക്ക് തോന്നുന്നതാണ്. മൈൻഡ് ഫ്രീ ആയിട്ട് ചെയ്യാം. എല്ലാം ഓക്കെയോ? ആദ്യം ഞാൻ ചെയ്ത പോലെ ഒരു റാൻഡം ഷേപ്പ് വരക്കാം. ഇത്തരത്തിലുള്ള റാൻഡം ഷേപ്പ് വരച്ചിട്ട് കർവായിട്ട് ലൈൻസ് വരക്കാം. ലൈൻസ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ഭാഗങ്ങളെത്തുമ്പോൾ അത് ലൈൻസ് ആവാതെ, കർവ് ലൈൻസ് ആവാതെ നേരിലെ ലൈൻസ് വരക്കും. അപ്പോൾ നമുക്ക് ആ സെൻഡാങ്കിൾ ആർട്ടിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആ ലൈൻസ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇതാണ്, കർവ് ലൈൻസ് തന്നെ വരക്കണം. കർവ് ഇച്ചിരി കൂടിയില്ലേ, ഞാൻ ആ വരക്കുന്ന രീതിയിൽ ഓർത്ത് പറഞ്ഞാണേ. അപ്പോൾ പാഠം 1, ലൈൻസ് വരക്കുന്നത് കർവായിന് വേണം. വരക്കുന്ന പെന്ന് നോക്കുക, അത് ആദ്യം നോക്കേണ്ട കാര്യമാണ്. ജെൽ പെന്ന് പോലത്തവ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ കയ്യിൽ പുരണ്ട് ഇതുപോലെ പേജിലും പുരടാൻ സാധ്യതയുണ്ട്. മൈൻഡ് ഫ്രീ ആയിട്ട് വരയ്ക്കുകയാണെങ്കിലും എവിടേക്കാണ് ഈ ലൈൻസ് വരേണ്ടത് എന്ന് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി ഇടേണ്ടടുത്ത് പോലും നമ്മൾ അറിയാതെ വരച്ചു പോകും. ലൈൻസ് തമ്മിൽ വളരെ അകലവും പാടില്ല, എന്നാൽ അടുത്താകാനും പാടില്ല. കാണുമ്പോൾ ഒരു എഫക്റ്റ്, ലൈക്ക് 3D പോലുള്ള ഒരു എഫക്റ്റ് കിട്ടണം നമുക്ക്. പിന്നെ ഞാനൊരു ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ വരച്ച ഷേപ്പ് ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഭംഗിയാക്കിയിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ തമ്മിൽ ഇത്ര ഗ്യാപ്പ് വരാൻ പാടില്ലായിരുന്നു. നന്നാവുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിതിൻ്റെ ഷേപ്പിൻ്റെ എഡ്ജിലൊക്കെ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഭംഗിയുണ്ട്. നിങ്ങളെ കാണിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ എഫക്റ്റ് കിട്ടുന്നുണ്ട്, അതിനൊന്നും കൂടെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഇതൊരു പെർഫെക്റ്റ് പിക്ചർ ആക്കാനല്ല ഞാൻ ശ്രമിച്ചത്, വരുന്ന മിസ്റ്റേക്കുകൾ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് അത് നിങ്ങളെയും കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിക്കുറവ് ഈ പിക്ചറിനുണ്ടാവുക. ഇന്നത്തെ സെൻഡാങ്കിളിൻ്റെ പിക്ചർ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പിന്നെയും വരാം. ഓക്കെ, ബൈ.